പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, സഖാക്കളെ, എനിക്ക് തോന്നുന്നില്ല അടുത്ത കാലത്തൊന്നും കരുവാരക്കുണ്ടിൽ ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു പൊതുയോഗം വേറെ നടന്നിട്ടുണ്ടാകും. നമ്മുടെ പാർട്ടി എന്ന് മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരുപക്ഷെ കരുവാരക്കുണ്ടിൻ്റെ ചരിത്രത്തിൽ ഇത്രമാത്രം പങ്കാളിത്തമുള്ള ഒരു മഹാസമ്മേളനം സംഘടിപ്പിച്ചിട്ടുണ്ടാവില്ല. ഇത് വലിയൊരു മാറ്റത്തിൻ്റെ സാക്ഷ്യപത്രമാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ എത്രയോ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റുകൾ ആഞ്ഞു വീശിയിട്ടുണ്ട്. പലപ്പോഴും അസാധ്യമെന്ന് കരുതിയ പല പ്രദേശങ്ങളിലും ഇടതുപക്ഷത്തിന് വലിയ വിജയം സമ്മാനിച്ച തെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ നമ്മുടെ മുൻപാകെ ഉണ്ട്. പക്ഷെ അന്നൊന്നും കരുവാരക്കുണ്ടിൽ ആ മാറ്റം പ്രതിഫലിച്ചിരുന്നില്ല. ഈ 2020 ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വന്തം നിലയിൽ ഇത്രമാത്രം അഭിമാനകരമായ ഒരു മഹാവിജയം കരുവാരക്കുണ്ടിൽ നേടിയെടുത്തത്. കരുവാരക്കുണ്ടിൽ ഇങ്ങനെ ഒരു അഭിമാന വിജയം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരർത്ഥം കേരളം മുഴുവൻ 2021 ഈ ചുവന്ന പതാക പാറിപ്പറക്കുക തന്നെ ചെയ്യും എന്നാണ്. കാരണം അത്രമാത്രം പിന്തിരിപ്പൻ രാഷ്ട്രീയത്തിന് സ്വാധീനമുള്ള ഒരു പ്രദേശമായിരുന്നല്ലോ നമ്മുടേത്. എത്ര അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഏറനാടിന്റെ വീരപുത്രൻ സഖാവ് കുഞ്ഞാലിയുടെ പാദസ്പർശമേറ്റ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല കൂടി ആയിരുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. അതുപോലെ ഞാനിപ്പോൾ സാന്ദർഭികമായി ഓർമ്മിക്കുന്നു, 972 പുതുപ്പാടിയിലെ തോട്ടം തൊഴിലാളി സമരത്തിന്റെ നായകനായിരുന്ന സഖാവ് ഉമ്മൻ അവിടെ നിന്നും അവരെല്ലാം ഇങ്ങോട്ട് സ്ഥലം മാറ്റി ഇവിടെ വെച്ച് അദ്ദേഹത്തെ കൊന്നുകളയുകയാണ് ചെയ്തത്. അല്ലേ? ഇവിടെ വെച്ച് കൊന്നുകളയുകയാണ് ചെയ്തത്. നമ്മുടെ അരിമണലിലെ പാർട്ടി ഓഫീസ് മുമ്പ് സഖാവ് ഉമ്മന്റെ സ്മാരക മന്ദിരം എന്നാണ് അവിടെ ബോർഡ് അറിയപ്പെട്ടിരുന്നത്. സഖാവ് ഉമ്മന്റെ ചോര വീണ മണ്ണാണ് നമ്മുടെ ഈ മണ്ണ്, ഈ നാട്. ഒരു കാലവും കണക്കു തീർക്കാതെ പോവില്ല എന്ന് പറയാറുണ്ട്. എണ്ണിയാലൊടുങ്ങാത്ത രക്തസാക്ഷികളുടെ മഹാത്യാഗത്തിന്റെ ചരിത്രം പേറുന്ന കേരളം രാഷ്ട്രീയമായി അത്തരത്തിലുള്ള ആക്രമണങ്ങളോടും അനീതികളോടും കണക്കു തീർക്കുക തന്നെ ചെയ്യും എന്ന് ഈ കാലഘട്ടം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഈ കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതിന് ശേഷമാണ് കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് മുസ്ലിം ലീഗിന്റെ കുത്തകയായിരുന്ന 2 വാർഡുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യമായി വിജയിച്ചത്. ആ വലിയ പരാജയം ഉൾക്കൊള്ളാനാവാതെ മുസ്ലിം ലീഗ് ആക്രമണം അഴിച്ചുവിട്ടതിലാണ് ഉശിരനായ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകൻ സഖാവ് ഔഫ് അബ്ദുൾ റഹ്മാൻ മൃഗീയമായി കൊല്ലപ്പെട്ടത്. ഈ വിജയം നമ്മൾ ആഘോഷിക്കുമ്പോഴും ശരിയായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന ഔഫ് അബ്ദുൾ റഹ്മാന്റെ നെഞ്ചു പിളർക്കുന്ന വേദന നമ്മുടെ മുന്നിലുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കൂ, മിനിഞ്ഞാന്ന് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാനെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള വോട്ടെടുപ്പ് നടന്നപ്പോൾ രാവിലെ കോൺഗ്രസും നമ്മളും തമ്മിൽ മത്സരം. അതിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയ 3 കൗൺസിലർമാർ മുസ്ലിം ലീഗിന്റെ കൗൺസിലർമാർ. പക്ഷേ മുസ്ലിം ലീഗും നമ്മളും തമ്മിൽ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ 2 പേർ മുസ്ലിം ലീഗ് കൗൺസിലർമാർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു. ഒരാൾ വോട്ട് അസാധുവാക്കി. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച്
മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ട 3 കൗൺസിലർമാർ, അതിൽ 2 പേർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാനും ഒരാൾ വോട്ട് അസാധുവാക്കാനും തയ്യാറായി. ഞാൻ സൂചിപ്പിക്കുന്നത്, കൊലപാതക രാഷ്ട്രീയം കൊണ്ട് ഇനി കേരളത്തിൽ പിടിച്ചു നിൽക്കാനാവില്ലെന്ന് ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾ തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 5 മാസത്തിനിടയിൽ 6 സഖാക്കളാണ് കേരളത്തിൽ കൊല്ലപ്പെട്ടത്. നെടുമങ്ങാട്ടെ ഇരട്ടക്കൊലപാതകം ഉൾപ്പെടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഉശിരാർന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് കേരളത്തിലെ 6 പ്രിയപ്പെട്ട സഖാക്കൾ കൊല്ലപ്പെട്ടിരിക്കുന്നു ഈ 5 മാസത്തിനിടയിൽ. ഏതെല്ലാം തരത്തിലുള്ള ആക്രമണങ്ങളെയാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത്? കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തുന്ന അപവാദ പ്രചരണം, കായികമായ ആക്രമണം, കൊലപാതകം, ഇതിനെയെല്ലാം നേരിട്ടാണ് ഈ മഹാവിജയം നമ്മൾ നേടിയത്. ഈ പ്രാവശ്യത്തെ വിജയത്തിന് ചരിത്രത്തിൽ ഒരുപക്ഷെ സമാനതകൾ ഉണ്ടാവില്ല. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയാണ് CPIM-ഉം, മുന്നണിയാണ് ഇടതുപക്ഷവും. ആ ഇടതുപക്ഷം അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നമ്മൾ മാത്രമല്ല, ഏത് മുന്നണി അധികാരത്തിലിരിക്കുമ്പോഴും തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഒരു ഇത്തിരി വിമർശനം, ഒരു അസംതൃപ്തി ഒക്കെ ആളുകൾക്കിടയിൽ ഉണ്ടാവും. കഴിഞ്ഞ തവണ UDF ആയിരുന്നു അധികാരത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ. കേരളത്തിൽ UDF-നെതിരായ വിധിയെഴുത്താണ് പൊതുവിലുണ്ടായത്. അതിനു മുൻപ് നമ്മളായിരുന്നു 2010-ലെ തെരഞ്ഞെടുപ്പിൽ ഇത്ര അഭിമാനകരമായ ഒരു വിജയം നേടാൻ നമുക്ക് കഴിഞ്ഞില്ല. നമുക്കൊരു തിരിച്ചടി നേരിട്ടു. അതിനു മുൻപ് UDF ആയിരുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത്, ഭരിക്കുന്നവർക്കെതിരായ ഒരു വികാരം ചെറിയ അളവിലാണെങ്കിലും പ്രതിഫലിക്കാറുണ്ട് തെരഞ്ഞെടുപ്പുകളിൽ. എന്നാൽ സമീപകാല കേരളത്തിന്റെ ചരിത്രത്തിൽ ഭരിക്കുന്നവർക്കെതിരായ വികാരത്തിന്റെ കണിക പോലുമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പായി ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാറി. ഈ വിജയത്തിന്റെ തിളക്കം നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാനാവുന്നതിനും അപ്പുറമാണ്. ആദ്യത്തെ 2 ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ചില തകരാറ് സംഭവിച്ചു. അതുകൊണ്ട് തെറ്റായ ചില വിവരങ്ങളാണ് വന്നത്. തോറ്റ ചില ഇടങ്ങളിൽ UDF ജയിച്ചതായി അതിൽ രേഖപ്പെടുത്തി. അതിൽ പിടിച്ചാണ് നേതാക്കന്മാർ നിന്നത്. എന്നാൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലെ തെറ്റ് പരിഹരിച്ചു. തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് ഇലക്ഷനിൽ പറ്റിയ തെറ്റ് ജനങ്ങളും പരിഹരിച്ചു. തെരഞ്ഞെടുപ്പിന് ശേഷം വെബ്സൈറ്റിലെ തെറ്റ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇലക്ഷൻ കമ്മീഷനും പരിഹരിച്ചു. അതോടെ കേരളത്തിൽ സംപൂജ്യരായി UDF മുന്നണി മാറി, ഒരു വട്ടപൂജ്യമായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. ഇത്രമാത്രം അപമാനകരമായ പരാജയം എന്തുകൊണ്ട് വന്നു എന്ന് ഉത്തരവാദിത്വമുള്ള ഒരു മുന്നണിയാണെങ്കിൽ അവർ പരിശോധിക്കേണ്ടതാണ്. പക്ഷെ ലോകാവസാനം വരെ അങ്ങനെ ഒരു പരിശോധന UDF-ൽ നടക്കില്ല. അത്തരത്തിൽ ഒരു പരിശോധന നടത്താനുള്ള അടിത്തറയോ കരുത്തോ UDF-നില്ല. പക്ഷെ നാം എന്തുകൊണ്ട് ഈ വിജയം നേടി? നമ്മളത് പരിശോധിക്കും. വിജയിക്കുമ്പോൾ ആഹ്ലാദ പ്രകടനമെല്ലാം നമ്മൾ നടത്തുമെങ്കിലും ആ വിജയത്തിന്റെ ലഹരിയിൽ വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിച്ച് ഉത്തരവാദിത്വങ്ങൾ വിസ്മരിക്കുന്നവരല്ല നമ്മൾ. ഒരു പരാജയം സംഭവിച്ചാൽ നിരാശാഭരിതമായ മനസ്സോടെ കൊടിമടക്കി വീട്ടിലിരിക്കുന്നവരുമല്ല നമ്മൾ. പരാജയപ്പെടുമ്പോൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് പരിശോധിച്ച് പരാജയത്തിനിടയായ കാര്യങ്ങൾ ശരിയായി വിശകലനം ചെയ്ത് നമുക്കെന്തെങ്കിലും തെറ്റുപറ്റിയാൽ അത് തിരുത്താനുള്ള ആർജവം പ്രകടിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ വല്ല തെറ്റിദ്ധാരണയും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ അവർക്കിടയിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുകയും തെരഞ്ഞെടുപ്പിൽ വലിയ വിജയങ്ങൾ കൈവരുന്ന സമയത്ത് ആ വിജയങ്ങളിലൂടെ ഇടതുപക്ഷത്തിൽ അർപ്പിക്കപ്പെടുന്നത് വലിയ ഉത്തരവാദിത്വമാണ് എന്ന് തിരിച്ചറിഞ്ഞ് കൂടുതൽ വിനയാന്വിതരായി ഉത്തരവാദിത്വ ബോധത്തോടെ കൂടുതൽ ഊർജ്ജസ്വലതയോടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം. ഈ തെരഞ്ഞെടുപ്പിൽ എന്തേ നമുക്കൊരു വലിയ വിജയം നേടി? വിജയത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു പക്ഷേ വിജയത്തിനേ കാരണങ്ങളുള്ളൂ. അതെന്തുകൊണ്ടാണ്? കഴിഞ്ഞ 4.5 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ 4.5 കൊല്ലം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തുടർച്ചയായി നമുക്ക് ദുരന്തങ്ങളെ നേരിടേണ്ടതായി വന്നു. ആദ്യം നിപ, പിന്നെ ഓഖി, പ്രളയം, കാലവർഷക്കെടുതി,
കൊറോണ, അതിന് പുറമെ കോൺഗ്രസ്, ഇതിനെയെല്ലാം നേരിട്ടിട്ടാണ് നമ്മൾ മുൻപോട്ട് പോയത്. എല്ലാം ദുരന്തമാണ്. ഏതാണ് വലുത് ഏതാണ് ചെറുതെന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. അത് അവർ കണ്ടുപിടിക്കട്ടെ. എല്ലാം ദുരന്തമാണ്. ഈ ദുരന്തങ്ങൾക്കിടയിൽ ശരിയായി കേരളത്തിൽ ഉദ്ദേശിക്കുന്ന വിധം ഭരണം നിർവഹിക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല. എന്നാലും ഈ ദുരന്തമുഖങ്ങളിൽ കാലിടറി വീണുപോകാതെ ലോകത്തിലെ ഏത് മഹാശക്തിയും അടിപതറി വീണുപോകുമായിരുന്ന അപകടങ്ങളുടെ മുൻപിൽ ധീരമായി നിന്നു കേരളം. ജനങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള സംരക്ഷണം നൽകി ജനങ്ങളെ ചേർത്ത് പിടിച്ച് ഒരു ഗവൺമെന്റ് മുൻപോട്ട് പോകുന്നത് എങ്ങനെ എന്ന് നമ്മൾ കാണിച്ചു കൊടുത്തു. ഓരോ അപകടങ്ങളുടെ മുൻപിലും കൂടുതൽ വലിയ അപകടം വന്നാലും അതിനെ അതിജീവിക്കാൻ ഈ ജനതയ്ക്ക് കഴിയുമെന്ന ആത്മവിശ്വാസം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കിയത് ഈ ഗവൺമെന്റിന്റെ ധീരമായ നേതൃത്വമാണ്. കേരളത്തെ അക്ഷരാർത്ഥത്തിൽ അപകടങ്ങളുടെ മുൻപിൽ ധീരമായി നയിക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞു. ഒടുവിലാണ് കോവിഡ് ഭീഷണി വന്നത്. ആ കോവിഡ് ഭീഷണി ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല, വിട്ടുമാറിയിട്ടില്ല. നമ്മളതിനെ നേരിടുകയാണ്. നിങ്ങൾ നോക്കൂ, ഇന്നലെ പത്രത്തിൽ വന്ന വാർത്ത 3000-ആയി മരണസംഖ്യ എന്നാണ് കേരളത്തിൽ. സത്യമാണ്. നമ്മുടെ ഇടയിൽ 3000 മനുഷ്യർ ഈ കഴിഞ്ഞ കഷ്ടിച്ചൊരു കൊല്ലത്തിനിടയിൽ കോവിഡ് ബാധിച്ചു മരിച്ചു. പക്ഷെ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് നമ്മളാണ്. തമിഴ്നാട്ടിൽ 15,000-ഓളമായി മരണസംഖ്യ, മഹാരാഷ്ട്രയിൽ 50,000, അയൽ സംസ്ഥാനങ്ങളിൽ 10,000-കണക്കിന് മനുഷ്യർ മരിക്കുമ്പോൾ ഇവിടെ ഇപ്പോഴും നാം പിടിച്ചു നിൽക്കുകയാണ്. അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? മെച്ചപ്പെട്ട ആരോഗ്യ പരിപാലന സംവിധാനങ്ങൾ, നല്ല ബോധവൽക്കരണം, ജാഗ്രത, ഇതെല്ലാം കേരളത്തിലുണ്ട്. ഇവിടെ കിഴക്കേത്തലയിൽ ഒരാൾ കോവിഡ് ബാധിച്ചാൽ രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ വീട്ടിൽ വിശ്രമിച്ചാൽ മതി. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചാലോ നേരെ തൊട്ടടുത്ത സർക്കാർ ആശുപത്രിയിൽ അദ്ദേഹത്തെ എത്തിക്കും. ഡോക്ടർമാർ പരമാവധി പരിശ്രമിച്ച് അദ്ദേഹത്തെ ആരോഗ്യവാനാക്കി മാറ്റും, തിരികെ വീട്ടിലെത്തിക്കും. നയാ പൈസ ചെലവഴിക്കണ്ട. സൗജന്യമാണ് ചികിത്സ. കോവിഡ് ചികിത്സ സമ്പൂർണമായി സൗജന്യമായി നടത്തുന്ന ഏക പ്രദേശം നമ്മുടെ പ്രദേശമാണ്, കേരളമാണ്. മറ്റു പലയിടങ്ങളിലും ജനങ്ങളെ വിധിക്ക് വിടുകയാണ്. അസുഖം വന്നാൽ കയ്യിൽ പണമുണ്ടെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സിക്കാം, ഇല്ലെങ്കിൽ മരിച്ചു പോവുക. ഇതാണ് സ്ഥിതി. അതുകൊണ്ടാണ് 50,000-ഒക്കെ ആളുകൾ മരിച്ചു പോകുന്നത്. കേരളത്തിൽ ഇപ്പോഴും മരണസംഖ്യ ഒരു പരിധിവരെ നിയന്ത്രിക്കാനാകുന്നത് ഈ മെച്ചപ്പെട്ട ആരോഗ്യ പരിപാലന സംവിധാനം ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ഈ സംവിധാനം ഒരുക്കുന്നതോടൊപ്പം അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ നമുക്കായി. ഇപ്പൊ കോവിഡ് മൂലം ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടു, വരുമാനമില്ലാതെയായി, പട്ടിണിയിലേക്ക് വീഴുകയാണ് ജനങ്ങൾ. ലോകം നേരിടുന്ന 2 വെല്ലുവിളികളായാണ് ഐക്യരാഷ്ട്രസഭ കോവിഡിനെയും പട്ടിണിയെയും ഇപ്പോൾ കാണുന്നത്. കോവിഡിന്റെ തുടർച്ചയാണ് പട്ടിണി. വരുമാനമില്ലാതാകുന്നു, ജോലി നഷ്ടപ്പെടുന്നു, ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നു. ഇതെല്ലായിടത്തും വ്യാപകമാണ്. ആ പരിതസ്ഥിതിയെ മുറിച്ചു കടക്കാനാണ് ഇടതുപക്ഷം കേരളം ഭരിക്കുമ്പോൾ ഒരു കുടുംബം പോലും കേരളത്തിൽ പട്ടിണി കിടക്കരുത് എന്ന ദൃഢനിശ്ചയത്തോടെ റേഷൻ കടകൾ വഴി സൗജന്യ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്യുകയാണ് നമ്മൾ എല്ലാ മാസവും. അതിനെയും പരിഹസിക്കുന്നവരുണ്ട്. ആ പരിഹസിക്കുന്നവർക്കുള്ള മറുപടി ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ കൊടുത്തു. നമ്മൾ ഇനി വേറൊരു മറുപടി പറയേണ്ട കാര്യമില്ല. അതിനെ വിമർശിക്കുന്നവരുണ്ട്. എന്തൊക്കെയാണ് വിമർശനം? പ്രധാനമായി 2 വിമർശനമാണ്. ഭക്ഷ്യധാന്യ കിറ്റ് കൊടുക്കുന്നത് സംബന്ധിച്ച് BJP-യുടെ വിമർശനം എന്താണ്? BJP-യുടെ നേതാക്കന്മാർ മുതൽ പ്രവർത്തകർ വരെ സകലരും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഈ കിറ്റ് പ്രധാനമന്ത്രിയുടെ കിറ്റാണ്. അതാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കരുവാരക്കുണ്ടിൽ പിന്നെ BJP ഒന്നും ഒരു വലിയ ശക്തിയല്ല, എന്നാലും ഉള്ള ആളുകൾ വീട്ടിലൊക്കെ പോയി പറഞ്ഞിട്ടുണ്ടാവും, കിറ്റ് കിട്ടിയില്ലേ, ഇത് മോദിജിയുടെ കിറ്റാണ്. അതാണ് പറയുന്നത്. അങ്ങ് പറയുകയാണ്. അത് പിന്നെ BJP-യുടെ ഒരു പൊതു പ്രചരണ ശൈലിയാണ്. നമ്മുടെ ഇവിടെ റോഡിലൂടെ ഒരു നല്ല ആരോഗ്യമുള്ള നായ പോകുന്നുണ്ടെങ്കിൽ BJP-കാരെ കണ്ടാൽ പറയും ഇത് പ്രധാനമന്ത്രിയുടെ നായയാണെന്ന് പറയും. അത് വിട്ടുകൊടുക്കൂല. കിറ്റൊക്കെ പ്രധാനമന്ത്രിയുടെ അക്കൗണ്ടിലാണ്. പക്ഷെ പ്രധാനമന്ത്രി തരുന്നതാണെങ്കിൽ, കേന്ദ്രം തരുന്നതാണെങ്കിൽ ഈ കിറ്റ് തമിഴ്നാട്ടിൽ കിട്ടണ്ടേ, കർണാടകയിൽ കിട്ടണ്ടേ?
പ്രധാനമന്ത്രിയുടെ സ്വന്തം ഗുജറാത്തിൽ കിട്ടണ്ടേ, ഡൽഹിയിൽ കിട്ടണ്ടേ? അവിടെ എവിടെയില്ല. അതെന്താ? ഇതൊന്നും ഇന്ത്യയിൽപ്പെട്ട സ്ഥലമല്ലേ? കേരളത്തിൽ മാത്രമാണ്. ആ വിമർശനങ്ങൾക്ക് അല്ലെങ്കിൽ ആ പ്രചാരവേലക്ക് കേരളത്തിലെ ജനങ്ങൾ ശരിയായി തിരിച്ചറിഞ്ഞ് മറുപടി കൊടുക്കുന്നുണ്ട്. പക്ഷെ കോൺഗ്രസ് അങ്ങനെ പറയില്ല. പകരം കോൺഗ്രസിന്റെ പ്രചരണം എന്താണ്? മുസ്ലിം ലീഗിന്റെ പ്രചാരവേല എന്താണ്? കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടെ UDF അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തന്നെ പ്രചരിപ്പിക്കുന്നു, ഈ കിറ്റ് വിതരണത്തിലൊന്നും വലിയ കാര്യമില്ല, ഇതൊക്കെ നമ്മുടെ പൈസയാണ്, നികുതി പൈസ, ഇത് നികുതി പണമാണ്. ഇത് കേട്ടാത്തൊന്നും കേരളം ഉണ്ടായിട്ട് 2020 ആദ്യമായിട്ട് നികുതി പണം ഉണ്ടായതെന്ന് തോന്നുന്നു. ഇനി അതല്ല പ്രശ്നം, ഇത് നികുതി പണമല്ല, ഇത് നികുതി പണമല്ല. പിന്നെ ഇത് ഏത് പണമാണ്? സൗജന്യമായി ഭക്ഷ്യധാന്യ കിറ്റുകൾ എല്ലാ മാസവും കേരളത്തിൽ വിതരണം ചെയ്യാൻ ചെലവഴിക്കുന്ന പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ പണമാണ്, അത് നികുതി പണമല്ല. ഈ ദുരിതാശ്വാസ നിധിയിൽ എങ്ങനെയാണ് ഈ പണം കിട്ടുന്നത്? നല്ലവരായ മനുഷ്യർ അവർ കൈയയച്ചു നൽകുന്ന സംഭാവനകളാണ് എല്ലാ മുഖ്യമന്ത്രിയുടെയും ദുരിതാശ്വാസ നിധിയിൽ ഉണ്ടാവുക. കേരളം ഒരു അപകടത്തിലേക്ക് വീണപ്പോ, വലിയ അപകടങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോ, നാളെ എന്താകുമെന്നറിയാതെ ഒരു ജനത അങ്ങേയറ്റം ആശങ്കാകുലരായി മാറിയപ്പോ ഒരുപാട് നല്ല മനുഷ്യർ അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് മിച്ചം പിടിക്കാവുന്നതെല്ലാം എടുത്ത് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. DYFIയുടെ പ്രവർത്തകന്മാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വീടുകൾ കയറി ഇറങ്ങി പഴയ പത്രക്കടലാസുകളും ആക്രി സാധനങ്ങളും ശേഖരിച്ച് അത് വിറ്റ പണം സ്വരൂപിച്ച് DYFI പ്രവർത്തകർ കൂലിപ്പണിക്ക് പോയി അങ്ങനെ കിട്ടിയ കൂലി സമാഹരിച്ച് ഈ പണമെല്ലാം ചേർത്ത് 11 കോടി രൂപ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. അപ്പോ മറുഭാഗത്തോ DYFI 11 കോടി, ഇവിടെ യൂത്ത് കോൺഗ്രസ് എത്ര രൂപ സംഭാവന ചെയ്തു ഈ നാടിനെ രക്ഷിക്കാൻ? നിങ്ങൾ ചോദിക്കണം യൂത്ത് കോൺഗ്രസിനോ. യൂത്ത് കോൺഗ്രസ് 11 കോടി കൊടുക്കണമെന്നൊന്നും ഞാൻ പറയില്ല. ഓരോരുത്തർക്കും അവരവരുടെ ശേഷിക്കനുസരിച്ച്, ശക്തിക്കനുസരിച്ച് മാത്രമേ ഇത്തരം കാര്യങ്ങൾ സംഘടിപ്പിക്കാനും പ്രവർത്തിക്കാനും കഴിയും. അപ്പൊ DYFI 11 കോടി കൊടുക്കുമ്പോ നാട്ടിലെ യൂത്ത് കോൺഗ്രസുകാർ അവരുടെ ശക്തിക്കനുസരിച്ച് ഒരു തുക സമാഹരിച്ചു കൊടുക്കണ്ടേ? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന് പറയാൻ കഴിയണ്ടേ? DYFI 11 കോടി കൊടുത്തു, ഞങ്ങൾ മോശമാക്കിയിട്ടില്ല, ഞങ്ങളുടെ ശേഷിക്കനുസരിച്ച് ഞങ്ങൾ ഇതാ ഒരു 100 ഉറുപ്പിക കൊടുത്തിരിക്കുന്നു എന്ന് പറയാൻ കഴിയണ്ടേ? ആ 100 കൊടുത്തോ? ആ 100 കൊടുത്തിട്ടില്ല, ഒരു നയ പൈസ കൊടുത്തിട്ടില്ല. മുസ്ലിം ലീഗിന്റെ അഴീക്കോട്ട MLA അദ്ദേഹം കേരളത്തിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു, 1 രൂപ പോലും കൊടുത്തു പോകരുത് ദുരിതാശ്വാസത്തിന്, 1 രൂപ പോലും കൊടുത്തു പോകരുത് എന്നാണ്. വടകരയിലെ MP KPCCയുടെ മുൻ പ്രസിഡന്റ് അദ്ദേഹം ആഹ്വാനം ചെയ്തു, ഒരു കോൺഗ്രസുകാരനും ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കരുത്. അവസാനം ഗവൺമെന്റ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു 5 ദിവസത്തെ ശമ്പളം, 5 ദിവസം, ഒരു മാസം 30 ദിവസത്തെ ശമ്പളം വാങ്ങുമ്പോൾ 5 ദിവസത്തെ ശമ്പളം സംഭാവനയായിട്ടല്ല, കടമായിട്ട്, കടം കുറച്ച് കഴിഞ്ഞ് തിരിച്ചു കൊടുക്കും. അങ്ങനെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിക്കാൻ ശ്രമിച്ചപ്പോ ആ ഉത്തരവിന്റെ കോപ്പി കത്തിച്ച് ഹൈക്കോടതിയിൽ കേസിന് പോയി. ഓർമ്മയില്ലേ? ഹൈക്കോടതി ചെവിക്ക് പിടിച്ചപ്പോഴാണ് തൽക്കാലം നിന്നത്. അതാണ് ദുരിതാശ്വാസ നിധി. മുസ്ലിം ലീഗിന്റെയോ കോൺഗ്രസിന്റെയോ BJPയുടെയോ പ്രവർത്തകരുടെ ചില്ലിക്കാശില്ലാതെ BJPക്കാരല്ലാത്ത, കോൺഗ്രസുകാരല്ലാത്ത, മുസ്ലിം ലീഗുകാരല്ലാത്ത കേരളത്തിലെ നല്ല മനുഷ്യർ, കേരളത്തിലെ നല്ല മനുഷ്യർ എന്ന് മാത്രം ഞാൻ പറഞ്ഞാൽ മതി, അപ്പൊ ആരൊക്കെ അതിലുണ്ട് ഇല്ല എന്നുള്ള ജനങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും ഞാൻ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. ആ മനുഷ്യർ നൽകിയ പണമാണ്. എന്റെ നിയോജക മണ്ഡലത്തിൽ 86 വയസ്സുള്ള ഒരു അമ്മൂമ്മ ആ ദിവസങ്ങളിൽ ഒരിക്കൽ എന്നെ വിളിച്ചു. വള്ളി എന്നാണ് അവരുടെ പേര്, മരട് നഗരസഭയിൽ. അവരുടെ കയ്യിലെ സ്വർണ്ണവളയും മാലയും മോതിരവും എല്ലാം ഊരി തന്നു. അവർ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എന്റെ എളിയ സംഭാവനയാണ്. അങ്ങനെ എത്രയോ മനുഷ്യർ, എത്രയോ നല്ല മനുഷ്യർ
ആ പണമാണ് ദുരിതാശ്വാസ നിധി. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചോര നീരാക്കിയ 11 കോടി ഉൾപ്പെടെ നമ്മുടെ നാട്ടിലെ നല്ലവരായ എല്ലാ മനുഷ്യസ്നേഹികളും സമാഹരിച്ച പണമാണ് ദുരിതാശ്വാസ നിധി. അതിൽ നിന്നുള്ള പണമെടുത്താണ് ഭക്ഷ്യധാന്യ കിറ്റ് കൊടുക്കുന്നത്. ആ കിറ്റ് കൊടുക്കുന്നത് ആർക്കാണ്? എല്ലാ മനുഷ്യർക്കും. നിങ്ങൾ കരുവാരെ കൊണ്ടിൽ അന്വേഷിക്ക്, ആർക്കെങ്കിലും ഇത് കിട്ടാത്തതുണ്ടോ? ഇല്ല, എല്ലാവർക്കും കിട്ടി. അപ്പോ ആ കിറ്റ് എല്ലാവരും സ്വീകരിച്ച്, അത് എല്ലാമായി എന്നല്ല, പട്ടിണിയിലേക്ക് പോകുമ്പോൾ ഒരാശ്വാസമാണ്, ഒരു ചെറിയ സഹായമാണ്. സർക്കാർ ഓരോ വീട്ടിലും നേരിട്ടെത്തുന്ന പ്രതീതിയാണ്. ഈ സർക്കാർ നമ്മളെ കൈവിട്ടില്ല എന്ന തോന്നൽ എല്ലാവരിലും ഉണ്ടായി. മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ രഞ്ജിത്ത്, അദ്ദേഹത്തെ വിശദീകരിക്കേണ്ട കാര്യമില്ല, ഒരുപാട് പ്രശസ്തമായ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ് രഞ്ജിത്ത്. അദ്ദേഹം കോഴിക്കോട്ടൊരു യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറഞ്ഞു. നിങ്ങളെല്ലാം അത് വായിച്ചിട്ടുണ്ടാവും, എങ്കിലും ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. അദ്ദേഹം വയനാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഏതോ ഒരു വയനാട്ടിലെ ഉൾനാടൻ പ്രദേശത്ത് റോഡരികിലുള്ളൊരു ചായക്കടയിൽ ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തി അവിടെ ചായ കുടിക്കാൻ കയറി. ചായ കുടിക്കുന്നതിനിടയിൽ ചായക്കടക്കാരനുമായി കുശലാന്വേഷണം നടത്തുമ്പോൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ ചോദിച്ചു. അപ്പോൾ വികാരധീനനായി നാട്ടുംപുറത്തുകാരനായ ആ ചായക്കടക്കാരൻ പറഞ്ഞു അത്രേ, ഞങ്ങളെ പട്ടിണിക്കിട്ടില്ലല്ലോ സാറേ എന്ന്. എന്ത്? ഈ കോവിഡ് വൈറസ് ലോകം മുഴുവൻ തകർക്കുമ്പോ പിണറായി സർക്കാർ ഞങ്ങളെ പട്ടിണിക്കിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം റേഷൻ കട വഴി സൗജന്യമായി തന്നല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു അത്രേ. എന്നിട്ട് അദ്ദേഹം ഒരു വാക്കുകൂടി കൂട്ടിച്ചേർത്തു. അത്ഭുതത്തോടെ അദ്ദേഹം പറഞ്ഞു, പിന്നെ സാറേ ഇപ്പോ ക്ഷേമ പെൻഷൻ 1400 രൂപയാണ്, കുടിശ്ശികയില്ല. ഇതാണ് രഞ്ജിത്ത് പറഞ്ഞത്. രഞ്ജിത്ത് ഈ അനുഭവം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇതാണ് കേരളത്തിലെ ജനങ്ങളുടെ അനുഭവം. ഇതുകൂടി കേൾപ്പിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാവണം എന്നാണ് ശ്രീ രഞ്ജിത്ത് കോഴിക്കോട്ട് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്. ഇതൊരു ജനതയുടെ ജീവിതാനുഭവമാണ്. നാളിതുവരെ
പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെയെല്ലാം ചെയ്തിട്ടും ഈ സർക്കാരിനെതിരായി നിരന്തരം പ്രചാരവേല നടത്തുന്നവരുടെ ഉദ്ദേശം ജനങ്ങൾക്ക് തിരിച്ചറിയാൻ വിഷമമില്ല. ചില ആളുകൾ ചോദിക്കുകയാണ്, ഈ സർക്കാരിനെ കൊണ്ട് എന്താ നേട്ടം, എന്ത് പ്രയോജനം? എങ്ങനെയാണ് ചോദിക്കുന്നത്? റേഷൻ കടയിൽ നിന്ന് സൗജന്യമായി കിട്ടിയ കിറ്റ് വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ച് പുറത്തിറങ്ങിയിട്ട് ചോദിക്കുകയാണ്, ഈ സർക്കാരിനെ കൊണ്ട് എന്താണ് നേട്ടം? ഈ വാങ്ങിയ കിറ്റാണ് നേട്ടം. ഇങ്ങനെ ഇപ്പൊ 1500 ആക്കി ക്ഷേമ പെൻഷൻ. 60 ലക്ഷത്തോളം മനുഷ്യർക്ക് കേരളത്തിൽ മാസം തോറും മുടങ്ങാതെ 1500 രൂപ ഈ അടുത്ത മാസം മുതൽ വീട്ടിൽ എത്തിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2 വയോവൃദ്ധർ മാത്രമുള്ള ഒരു വീട്, വേറെ ആരുമില്ല, മക്കളൊന്നുമില്ല എന്ന് കരുതുക, സഹായത്തിന് ആരുമില്ലെന്ന് കരുതുക. പക്ഷെ അവരും വിഷമിക്കേണ്ടതില്ല. ആ 2 അംഗങ്ങളുള്ള വീട്ടിൽ ഈ മാസം മുതൽ 3000 രൂപ വീട്ടിൽ എത്തിച്ചു കൊടുക്കും ഈ സർക്കാർ. ബാങ്കിലേക്കും പോണ്ട, എവിടേക്കും പോണ്ട. അതുകൊണ്ട് എല്ലാം ആയി എന്നല്ല, പക്ഷെ പട്ടിണി കിടക്കണ്ട, ഒന്ന് പിടിച്ചു നിൽക്കാം. പാവപ്പെട്ടവന്റെ പട്ടിണി, വേദന, ജീവിത പ്രയാസങ്ങൾ അത് തിരിച്ചറിയാനും അതിന് പരിഹാരം കാണാനും സന്നദ്ധതയുള്ള, അതിന് കെൽപ്പുള്ള രാഷ്ട്രീയമാണ് ഇടതുപക്ഷ രാഷ്ട്രീയമെന്ന് ഈ കെടുതിയുടെ കാലത്ത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഈ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവും ഈ സമ്പൂർണ്ണ സൗജന്യ ചികിത്സയും ക്ഷേമ പെൻഷനും ഈ രൂപത്തിൽ കേരളത്തിൽ മാത്രമാണ് ഇന്ത്യയിൽ. അതെന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രമായത്? ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമേ ഇടതുപക്ഷം അധികാരത്തിലുള്ളൂ, ഇടതുപക്ഷം ഭരിക്കുന്നുള്ളൂ. ഇതാണ് ഇടതുപക്ഷവും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു മനുഷ്യൻ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അത് സ്വന്തം സഹോദരനാണ് എന്ന് ചിന്തിക്കുന്ന മാനസികാവസ്ഥയാണ് ഇടതുപക്ഷ രാഷ്ട്രീയം. ആ മനുഷ്യത്വത്തിന്റെ, മനുഷ്യസ്നേഹത്തിന്റെ രാഷ്ട്രീയത്തെയാണ് ഈ ചുവന്ന പതാക അടയാളപ്പെടുത്തുന്നത്. ഈ ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തുന്ന സാഹോദര്യത്തിന്റെ, മനുഷ്യസ്നേഹത്തിന്റെ പ്രകാശം പ്രസരിപ്പിക്കുന്ന പ്രതീക്ഷയുടെ രാഷ്ട്രീയം നമ്മുടെ മണ്ണിൽ അല്പവും ദുർബലപ്പെട്ടു പോകാതെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കാരണം ഒരുപാട് സാധാരണക്കാർ, ഒരുപാട് പാവപ്പെട്ട മനുഷ്യർ, അവരെല്ലാം ഈ നാട്ടിൽ പ്രതീക്ഷയോടെ കാണുന്നത് ഇടതുപക്ഷത്തെയാണ്. ഇടതുപക്ഷം ഒന്ന് ദുർബലപ്പെട്ടു പോയാൽ നമ്മുടെ നാട് ഇന്ത്യയിലെ മറ്റു പലയിടങ്ങളിലെയും പോലെ വീണുപോകും, തകർന്നു പോകും. ഇപ്പോ ഒരു കോൺഗ്രസ് അനുഭാവിയായ സുഹൃത്ത് ഈ അടുത്ത കാലത്ത് എന്നോട് സംസാരിക്കുമ്പോൾ വ്യക്തിപരമായി അദ്ദേഹം പറയുണ്ടായി, എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഇടതുപക്ഷ ഗവൺമെന്റാണ് അധികാരത്തിലിരിക്കുന്നത് എന്നത് നന്നായി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് അങ്ങനെ പറയുന്നത്? ഒന്നുമില്ല, രാഷ്ട്രീയമൊക്കെ നമ്മൾ വേറെയാണ്. എന്നാലും ഈ കോവിഡും പ്രളയവും ഒക്കെ വന്ന സമയത്ത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് പകരം ഞങ്ങളെ നേതാവായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്ന് ആലോചിച്ചു പോയതാണ് എന്നാണ് പറയുന്നത്. ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല. ഈ ചിന്ത കോൺഗ്രസിൽ സജീവമായിട്ട് വരുന്നുണ്ട്. ആ ചിന്ത കൂടി വരുന്നതിന്റെ ഭാഗമായിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഇന്നത്തെ വാർത്ത, ഇന്നലെ പുതുപ്പള്ളിയിൽ ചവിട്ടി താഴെ ഇട്ടു എന്നാ. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതെന്തായാലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് കോൺഗ്രസ്സുകാർ തിരുത്തട്ടെ. അവർ തോൽവിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കൂടിയപ്പോൾ എന്തോ ഇതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷപ്പെട്ടു, വലിയ അപകടം ഉണ്ടായില്ല എന്നാണ്. അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ചുരുക്കുകയാണ്. ഈ മാറ്റം കരുവാരക്കുണ്ടിൽ വരെ വന്ന മാറ്റം, ഇടവണ്ണ മമ്പാടുമൊക്കെ മാറിയില്ലേ, അവിടെ എല്ലാം വന്ന മാറ്റം, ഈ മാറ്റം ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഉറ്റുനോക്കുന്നത്. നമ്മുടെ നാടിന്റെ വികസന ചരിത്രത്തിൽ പുതിയൊരു അധ്യായം എഴുതി ചേർക്കാൻ തീർച്ചയായും പുതുതായി അധികാരമേറ്റ ടീച്ചർക്കും ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്കും സാധിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. ഈ വിജയം കൂടുതൽ കരുത്തോടെ ആവർത്തിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ അർപ്പിച്ചിട്ടുള്ള വിശ്വാസത്തിന് പോർലേൽക്കാതെ കൂടുതൽ ഈ നാട്ടിലെ ജനങ്ങളെ ഇടതുപക്ഷ രാഷ്ട്രീയ ധാരയിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുൻപോട്ട് പോകാനാവണം. ഞാനിങ്ങോട്ട് യാത്ര ചെയ്ത് വരുമ്പോൾ ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, ഞാൻ പണ്ട് സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ SFIയിലേക്കൊക്കെ വരുന്ന സമയത്ത്, അന്ന് ടോം വക്കീൽ SFIയുടെ നേതാവാണ്, വക്കീലൊന്നും ആയിട്ടില്ല. പുള്ളി
SFI പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ തുവൂര് സ്കൂളിൽ പോയപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നല്ല ആരോഗ്യമുള്ള സംഘം, അക്രമി സംഘം എന്ന് പകരം ആരോഗ്യമുള്ള സംഘം എന്ന് പറഞ്ഞാൽ മതി, അവർക്ക് വിഷമം വരണ്ട, മൃഗീയമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് ചോരയൊക്കെ ഒലിപ്പിച്ച് അദ്ദേഹത്തെ നിർത്തി നമ്മുടെ നാണിയാക്കൈ സംഘം ഒരു പ്രകടനം തുവൂരങ്ങാടി ഇല്ലേ, ഓർമ്മയില്ല? ഇവിടെ ഉണ്ടാവും. അപ്പോൾ നാരായണൻകുട്ടി സഖാവും നാണിയാക്കയും ഒക്കെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയത് എനിക്ക് ഓർമ്മയുണ്ട്. SFI എന്ന് പറഞ്ഞാൽ, DYFI എന്ന് പറഞ്ഞാൽ, CPIM എന്ന് പറഞ്ഞാൽ, ഇടതുപക്ഷ രാഷ്ട്രീയക്കാരൻ, ഇടതുപക്ഷ മുന്നണിക്കാരൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ദാക്ഷിണ്യവുമില്ലാത്ത ആക്രമണവും മർദ്ദനവും ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു അനുഭവം മലപ്പുറം ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്ന പോലെ നമ്മുടെ ഈ നാട്ടിലും ഉണ്ടായിരുന്നു. ആ അനുഭവങ്ങളൊക്കെ ഉള്ള നമ്മുടെ നാട്ടിലാണ് ഇപ്പോൾ അധികാരത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മറ്റൊരാളുടെയും സഹായമില്ലാതെ, ഒരു പുറം സഹായവുമില്ലാതെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതാണ് ആ മാറ്റം. ഈ മാറ്റം നമ്മുടെ നാടിനെ എല്ലാ രംഗത്തും പുരോഗതിയിലേക്ക് നയിക്കുന്ന ശരിയായ മാറ്റമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൂടുതൽ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകാതെ ഇവിടെ കൂടിയ കരുവാരക്കുണ്ടിലെയും പരിസര പ്രദേശങ്ങളിലെയും സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. അഭിവാദനങ്ങൾ. പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, കരുവാരക്കുണ്ടിന്റെ മണ്ണിൽ വലതുപക്ഷത്തിന്റെ കൊടി വലിച്ചെറിഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് CPIM-ലേക്ക് ധാരാളം ആളുകൾ കടന്നു വരാൻ താല്പര്യപ്പെടുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. ആ ആളുകൾ, നൂറുകണക്കിന് വരുന്ന ആളുകൾ വിവിധ വാർഡുകളിൽ ഇടതുപക്ഷത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും സ്വീകരണ യോഗങ്ങളിൽ അതത് വാർഡുകളിൽ കടന്നു വരുന്ന ആളുകളെ സ്വീകരണം ഒരുക്കുന്നതാണ്. ഏറ്റവും ചില ആളുകൾ, ചില പ്രധാനപ്പെട്ട ആളുകളുടെ സ്വീകരണമാണ് ഇവിടെ നടക്കുന്നത്. കോൺഗ്രസിന്റെ മുൻ മണ്ഡലം സെക്രട്ടറിയായി പ്രവർത്തിച്ച് വളരെ മുമ്പ് കോൺഗ്രസിന്റെ കൊടി വലിച്ചെറിഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട രാജീവ് കൽക്കുണ്ട്, അദ്ദേഹത്തെ CPIM-ലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ, യുവജന വിഭാഗത്തിന്റെ ജില്ലാ ഭാരവാഹിയായി പ്രവർത്തിച്ച, ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ഓരം ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ബെഞ്ചോയ്, അദ്ദേഹത്തെ സ്വീകരിക്കും. കോൺഗ്രസിന്റെ കരുവാരക്കുണ്ടിലെ പ്രധാനപ്പെട്ട കാരണവരായി ദീർഘകാലം പ്രവർത്തിച്ച് കോൺഗ്രസിനോട് വിട പറഞ്ഞ് ഇടതുപക്ഷത്തിലേക്ക് കടന്നുവന്ന പ്രിയപ്പെട്ട സഖാവ് തെക്കൻ അബുവാജി. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം വിട പറഞ്ഞുകൊണ്ട് പഴയകാല പാർട്ടി സജീവ പ്രവർത്തകനുമൊക്കെയായി ഇടക്കാലത്ത് ലീഗിലേക്ക് പോയി പാർട്ടിയിലേക്ക് തിരിച്ചു വന്ന പ്രിയപ്പെട്ട കമ്മാപ്പ പുൽവട്ടൻ,
കണ്ണു മാളിയതാണ്, നീ നോക്കണ്ട. അല്ലേ മഞ്ഞൾപ്പാറയിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വാർഡിലെ പ്രവർത്തകനായ നേതാവുമായ സഖാവ് ഹംസ തയ്യില് തരിശുമുക്കട്ടയിലെ കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്ന കണ്ണൻ റിസാദ്, ആം ആദ്മിയുടെ പഞ്ചായത്ത് കൺവീനറായി കുറെ കാലമായി ആം ആദ്മിയോട് വിട പറഞ്ഞ് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സഖാവ് മുത്തു കണ്ണത്ത്, കണ്ണത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായിരുന്ന, മുസ്ലിം ലീഗ് രാഷ്ട്രീയം ഉപേക്ഷിച്ചുകൊണ്ട് CPIഎമ്മിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട സഖാവ് ബാപ്പു കണ്ണത്ത്, കഴിഞ്ഞോ ധാരാളം ആളുകൾ വലതുപക്ഷ രാഷ്ട്രീയം വലിച്ചെറിഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തിനോട് കൂടെ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതത് വാർഡുകളിൽ നല്ല സ്വീകരണ യോഗങ്ങൾ വിളിച്ചു ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നടക്കും. വാർഡുകളിൽ അതത് സഖാക്കളെ CPIഎമ്മിന്റെ രാഷ്ട്രീയത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നതാണ്. അരീക്കോടുന്ന ഒരു പൊതുയോഗത്തിന്റെ കത്തുമാണ്. പ്രിയമുള്ളവരെ, സഖാവിന് പോകുവാൻ വേണ്ടി വഴിയൊന്നൊഴുക്കി കൊടുക്കുക. ദയവ് ചെയ്ത് എല്ലാവരും വഴി ഒന്ന് പോകാനുള്ള സൗകര്യം ഒന്ന് ഒരുക്കി കൊടുക്കുക. പ്രിയമുള്ളവരെ, കൊറോണ കാലമാണ്. അതുകൊണ്ട് അധികം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് സഖാവിനെ എന്നറിയാം. എന്നാലും അതിന് എല്ലാവരും സൗകര്യം ചെയ്തു കൊടുക്കണം, കടന്നു പോകുവാനുള്ള സൗകര്യം. അടുത്തതായി നമ്മുടെ കരുവാരക്കുണ്ട് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ട നമ്മുടെ പ്രിയങ്കരിയായ ടീച്ചർ പൊന്നമ്മ ടീച്ചർ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും.
പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, സഹാക്കളെ, എന്നോടൊപ്പം വിജയിച്ച 13 മെമ്പർമാർ ഉൾപ്പെടുന്ന ഒരു ബോർഡിലെ അംഗമാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രത്യാശയും സ്നേഹവും പ്രതീക്ഷയുമാണ് ഞങ്ങളുടെ വിജയത്തിന് കാരണം. ഒരു ഓട്ടമത്സരത്തിൽ ഓടി ജയിച്ചവരല്ല ഞങ്ങൾ, പരീക്ഷയിൽ പഠിച്ച് പാസ്സായവരുമല്ല ഞങ്ങൾ. മറിച്ച് നമ്മളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷ, അകവറ്റ ആകാംക്ഷ, ഇതാണ് ഞങ്ങളുടെ വിജയത്തിൻ്റെ കൈമുതൽ. ഒരിക്കലും ഈ ബോർഡ് നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല. പ്രശസ്തരായ പ്രഗത്ഭരായ 13 മുത്തുകളാണ് എന്നോടൊപ്പം ഉള്ളത്. കഴിഞ്ഞ ബോർഡിൽ വർക്ക് ചെയ്തിരുന്ന പ്രഗത്ഭരായ ആൾക്കാരും എന്നോടൊപ്പം ഉണ്ട്. കരുവാരക്കുണ്ടത്തിന്റെ സമഗ്ര വികസനത്തിൽ പാർട്ടി ആവിഷ്കരിച്ച് ആസൂത്രണം ചെയ്ത നമ്മുടെ പദ്ധതികൾ ഒന്നൊന്നായി ഞങ്ങൾ നടപ്പിലാക്കും എന്നാണ് പറയാനുള്ളത്. ഈ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത വ്യത്യാസം ഇല്ലാതെ, ആൺപെൺ വ്യത്യാസമില്ലാതെ കരുവാരക്കുണ്ടിലെ എല്ലാ ജനങ്ങളിലും എത്തിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. പ്രിയപ്പെട്ടവരെ, നാളെ കഴിഞ്ഞാൽ ഒരു പുതുവർഷ പുലരിയാണ്. ഈ പുലരി കരുവാരക്കുണ്ടിന്റെ മാറ്റത്തിന് തുടക്കമിടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ലാൽ സലാം സഹാക്കളെ. അടുത്തതായി നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ കരുവാരക്കുണ്ട് പഞ്ചായത്തിൻ്റെ നിയുക്ത വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ലത്തീഫ കെ ക്ഷണിച്ചോളും. വേദിയിലുള്ള നേതാക്കളെ, സഹ മെമ്പർമാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, ഇവിടെ നമ്മുടെ സമകാലിക രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ കുറിച്ച് വളരെ വിശദമായി തന്നെ നമ്മുടെ ഏരിയ സെക്രട്ടറിയും നമ്മുടെ MLA ഇവിടെ വളരെ സവിസ്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ നമ്മളൊരു കാര്യം ജനങ്ങളോട് പറഞ്ഞിരുന്നു. 19 വർഷക്കാലത്തോളം UDF-നെ പരീക്ഷിച്ച നിങ്ങൾ ഒരു 5 വർഷം ഞങ്ങൾക്ക് തരൂ, ഈ നാടിനെ മാറ്റിയെടുക്കുവാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നൊരു വാക്ക് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ നമ്മളിവിടെ ആവർത്തിച്ചിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ ഇന്ന് ഇവിടെ പുലർന്നിരിക്കുകയാണ്. നമ്മുടെ പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ 13 ആളുകൾ, മറ്റു ഞങ്ങളുടെ സഹമെമ്പർമാരെ ഉൾപ്പെടെ 21 മെമ്പർമാരും നമ്മുടെ ഈ ഭരണസമിതിയിലുള്ള എല്ലാവരെയും വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി കൊണ്ട് ഈ പഞ്ചായത്തിനെ മുന്നോട്ട് നയിക്കുന്നതിനും ഇവിടെ കാലങ്ങളായി അനുഭവിച്ച പീഡനങ്ങൾക്കും പ്രയാസങ്ങൾക്കും അറുതി വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വ്യക്തമായ മുന്നേറ്റം ഞങ്ങളിൽ നിന്ന് ഉണ്ടാകും എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ ദൈനംദിന കാര്യങ്ങളിൽ ഒരാളവിടെ വന്നു കഴിഞ്ഞാൽ 3-4 തവണ ഒരാവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന അവസ്ഥയാണ് നിലവിൽ നമ്മുടെ പഞ്ചായത്തിലുള്ളത്. അതിനൊരു മാറ്റം എന്ന നിലക്ക് അടുത്ത ദിവസം തന്നെ ബോർഡ് യോഗം ചേർന്നുകൊണ്ട് വന്ന് കഴിഞ്ഞാൽ അന്ന് തരാൻ പറ്റുന്ന പേപ്പറാണെങ്കിൽ അത് നിങ്ങളെ കയ്യിലേക്ക് തരികയും അവിടെ നിങ്ങളെ സ്വീകരിച്ചിരുത്തി നിങ്ങളുടെ പേപ്പർ പൂരിപ്പിച്ച് അതിന്റെ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന രൂപത്തിലേക്ക് അവിടുത്തെ പ്രവർത്തനങ്ങൾ മാറ്റിയെടുക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ കണ്ടാൽ സവിസ്തരം അത് സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള
മുന്നോട്ട് ഗമനത്തിന് ഞങ്ങളെല്ലാവരും സഹായിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ എളിയ സ്വീകരണം നൽകിയ എല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. ലാൽ സലാം സഖാക്കൾ. അടുത്തതായി നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി മുഹമ്മദ് മാഷെ ക്ഷണിച്ചു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, ഞാനൊരു പ്രസംഗത്തിൻ്റെ വേദിയിലല്ല നിൽക്കുന്നത്. ഇന്ന് നമുക്കെല്ലാവർക്കും തന്നെ വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. കരുവാരകുണ്ട് പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും മറ്റാരുടെയും സഹായമില്ലാതെ തന്നെ തെരഞ്ഞെടുത്ത ഈ ആഹ്ലാദ നിമിഷത്തിൽ ജനങ്ങൾ വലിയ പ്രതീക്ഷയാണ് അർപ്പിക്കുന്നത്. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് തരുന്നതിന് നമ്മുടെ പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ പറഞ്ഞതുപോലെ ഏതവസരത്തിൽ എപ്പോൾ നിങ്ങൾ ഓഫീസിലെത്തിയാലും അതിനോടൊപ്പം നമ്മുടെ മെമ്പർമാരും ഭരണസമിതിയും ഉണ്ടാകും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അത്തരം ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും വീഴ്ചയോ പരാജയമോ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾ അവരോടും അതേപോലെ തന്നെ പാർട്ടി പ്രവർത്തകരായ ഞങ്ങളോടും അറിയിച്ച് തെറ്റുതിരുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ നിലപാട് സ്വീകരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതല്ലാതെ എന്തെങ്കിലും പറഞ്ഞ് തെരുവിൽ അലക്കുന്ന രീതി ഉണ്ടാകരുത് എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഈ 13 മെമ്പർമാരെയും 13 മെമ്പർമാരെയും മുന്നോട്ട് നയിക്കുന്നത് CPM ആണ്. ആ CPMന് തെറ്റ് പറ്റാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനവും കരുവാരകുണ്ട് പഞ്ചായത്തിലും അതിനുള്ള മേൽ കമ്മിറ്റികളിലുമുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും CPMുമായി ഇപ്പോൾ ഇവിടെ കയറി വന്ന പലരും ചെങ്കൊടി ഏറ്റുവാങ്ങി സിന്ദാബാദ് വിളിച്ച് ഇറങ്ങിപ്പോയ അതേ രൂപത്തിൽ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കണം, വരണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. അടുത്തതായി ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധി സഖാവ് കുഞ്ഞുഞ്ഞാടിനെ ക്ഷണിക്കും. യോഗ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന നമ്മുടെ പൊന്നോമന പഞ്ചായത്ത് പ്രസിഡന്റ് ടീച്ചർ, വൈസ് പ്രസിഡന്റ് നമ്മളെ മഠത്തിൽ ലത്തീഫ്, എൻ്റെ കരുവാരൂരിലെ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വേദിയിലിരിക്കുന്ന എൻ്റെ നാട്ടുകാരെ, പഞ്ചായത്ത് മെമ്പർമാരെ, സാധാരണ ഒരു മുഖ്യ പ്രഭാഷകൻ വന്നാൽ ആ പ്രസംഗം കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും പിരിഞ്ഞു പോകാറാണ്. എനിക്ക് ഈ ജനസംഗമം, ഈ ജനസമുദ്രം പിരിഞ്ഞു പോകുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? പിണറായിനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും, ഈ ഭരണത്തെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്, വേറെ ഒന്നല്ല സുഹൃത്തുക്കളെ. ഇത് നമ്മളെ പിണറായി സർക്കാരിൻ്റെ എല്ലാവിധ ആവശ്യങ്ങളും നമുക്ക് നടന്നു തന്നിരിക്കുന്നു. നമ്മുടെ MLA പറഞ്ഞില്ലേ, ഇവിടെ ഓരോന്ന് എണ്ണി പറഞ്ഞില്ലേ, അദ്ദേഹത്തിന് സമയം കിട്ടിയില്ല, അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് ഉടനെ എത്തിക്കണ്ടേന്നു. ഞാൻ കൂടുതൽ പറയുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെ സ്നേഹങ്ങളും സമയങ്ങളും നിങ്ങൾ ഇവിടെ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ ആ പിണറായിനെ സ്നേഹിക്കുന്നു, ഈ ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്നു, ഈ ഭരണം നല്ല രീതിയിൽ പോകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ലാൽ സലാം. അടുത്തതായി നാരായണ മാഷ് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കും. ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മറ്റ് മെമ്പർമാരെ,
ഇവിടെ കൂടിയിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, കരുവാരകുണ്ടിൽ ഇന്നേ വരെ സംഭവിക്കാത്ത ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. എല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ ഈ തെരഞ്ഞെടുപ്പ്. കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യൻ ആരാണെന്ന് ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തെ കുറ്റം പറയാനല്ലാതെ ഇവിടുത്തെ കോൺഗ്രസ്സുകാരന് ഒഴിവില്ല. രാവിലെ കുളിയും ദേവാരവും കഴിഞ്ഞിട്ട് ഇറങ്ങി കുപ്പായ ഇട്ടിട്ട് മുഖ്യമന്ത്രി എവിടേക്കാണ് പോണ്, ആരോഗ്യമന്ത്രി എങ്ങോട്ടാണ് പോണ്, അവരെന്താ ചെയ്യണത്, ഇത്തരത്തിലുള്ള കുറ്റം പറച്ചിലുകൾ കൊണ്ട് വോട്ടടച്ചു. ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിനെ നേരിടാനുള്ള ഒരു ആലോചനയും അവർ ചെയ്തിട്ടില്ല. സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണൊരുക്കി ഒലിച്ചു പോയതുപോലും അറിഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടി എവിടെ, മുല്ലപ്പള്ളി എവിടെ, ചെന്നിത്തല എവിടെ, അവരുടെ മണ്ഡലങ്ങൾ എവിടെ? അവർ വോട്ട് ചെയ്ത പഞ്ചായത്തിലെ വാർഡ് പോലും അവർ തോറ്റിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ നിലയ്ക്ക് പോയാൽ ഇവർക്കിനി കൂടുതൽ ഈ കുപ്പായിട്ട് നടക്കേണ്ടി വരില്ല. പിണറായിയുടെ ഈ ഭരണം അതിൻ്റെ സുഖം അനുഭവിക്കാത്ത ഒരു വീട് പോലും ഇവിടെ ഇല്ല എന്ന് എല്ലാവരും പറഞ്ഞു. ഈ കിറ്റ് നിലമ്പൂരിൽ നമ്മുടെ MP രാഹുൽ ഗാന്ധി കൊടുത്തയച്ച സാധനങ്ങൾ നിലമ്പൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഗോഡൌണിൽ സൂക്ഷിച്ച് കേടുവരുത്തിക്കളഞ്ഞ് ഞങ്ങളെല്ലാവരും പേപ്പറിൽ വായിച്ചു കാണും. അത് പാവപ്പെട്ടവൻ്റെ കയ്യിലുകളിൽ എത്തിക്കേണ്ടതായിരുന്നു, എത്തിയില്ല. അതിൻ്റെ ഫലം അവരനുഭവിച്ചു. എന്താണ് നിലമ്പൂർ നഗരസഭയുടെ സ്ഥിതി? അവിടെ ലീഗിന് ഒരു മെമ്പർ പോലും ഇല്ലാത്ത മുനിസിപ്പാലിറ്റിയാണ് മലപ്പുറം ജില്ലയിൽ. അതുപോലെ കോൺഗ്രസിൻ്റെ സ്ഥിതി അവിടെ എത്തി. അവിടെ എല്ലാം തൂത്തുവാരിക്കൊണ്ട് സംസ്ഥാനത്തുടനീളം ഇടതുപക്ഷ ഭരണസമിതികൾ അധികാരത്തിൽ വരുന്നുണ്ട്. 5 കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ, ബ്ലോക്കുകൾ എന്ന് വേണ്ട എല്ലാം. ഇതിലേക്ക് നേരത്തെ ഇവിടെ സുരാജ് സൂചിപ്പിച്ചു നികുതി പണമാണെന്ന്. നികുതി പണമല്ലാതെ എന്താ ഇവിടുത്തെ വികസനത്തിനുണ്ട്? ഈ മന്ത്രിമാരെ വീട്ടിൽ നിന്ന് ഇവിടെ നടത്താൻ പറ്റുമോ? സുഹൃത്തുക്കളെ, ഞങ്ങൾ പെൻഷൻകാർ, ഞാനൊരു പെൻഷൻകാരനാണ്, അധ്യാപകനായി റിട്ടയർ ചെയ്തതാണ്. ഇവിടെ കേരളത്തിലുണ്ടായ ഹോക്കി അതുപോലെ ഹോക്കി ദുരന്തം, 2 പ്രളയങ്ങൾ, നിപ്പോ, അതുപോലെ ഇപ്പോഴത്തെ കോവിഡ്. ഈ കോവിഡിൻ്റെ ഒക്കെ രംഗത്ത് ലോകരാഷ്ട്രങ്ങൾക്ക് മാതൃകയാണ് കേരളം. നമ്മുടെ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഭവന നിർമ്മാണ രംഗത്തും ഒക്കെ നമ്മുടെ കേരളം മാതൃക സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരടിക്ക് പെട്ടെന്ന് വീടോ കൂടോ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയില്ല. ഘട്ടങ്ങളായിട്ട് 5 വർഷം കൊണ്ട് എത്ര ആളുകൾക്ക് കിട്ടി? സ്ഥലം വാങ്ങാത്തവന് സ്ഥലം അവർ കണ്ടെത്തിയെങ്കിൽ അതിന് പൈസ, അതല്ലെങ്കിൽ വീട്, അത് രണ്ടിനും കൂടെ പൈസ കൊടുത്ത് എത്രയോ ആളുകൾ ഇവിടെ ഉണ്ട്. പൂർത്തിയാകാത്ത പ്രശ്നങ്ങൾ പെട്ടെന്നൊരു അടിക്ക് നടത്തി നോക്കാത്ത കാര്യങ്ങൾ കാലം കൊണ്ട് ഞങ്ങൾ നിർത്തിയായി കിട്ടും. ആരും ബേജാറാവേണ്ട. ഈ ഭരണം, തുടർ ഭരണം, അടുത്ത മന്ത്രിസഭയും കൂടി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ സംസ്ഥാനം അതിൻ്റെ പാരമ്യതയിലെത്തുമെന്നുള്ള യാതൊരു സംശയവും വേണ്ട. നിസ്സാരക്കാരനായ സാധാരണക്കാരായ ജനങ്ങളെ ഇത്രയധികം സ്നേഹിച്ചൊരു സർക്കാരും ഉണ്ടായിട്ടില്ല. ഇപ്പം ഞങ്ങൾ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് പെൻഷൻകാരായ ഞങ്ങൾ 37.5 കോടി രൂപ ഞങ്ങൾ പെൻഷൻകാർ KSSPU എന്ന് പറയുന്ന സംഘടന ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന പണമാണ്. ആ പണമാണ് ഇവിടെ കിറ്റായിട്ട് വരുന്നത്. മറ്റ് വൈദ്യം, ആരോഗ്യരംഗത്ത് നമ്മുടെ ശൈലജ ടീച്ചർ ലോക റെക്കോർഡാണ്. ഇന്ന് ലോകത്തിലെ 8 പ്രധാന വനിതകളിൽ ഈ ശൈലജ ടീച്ചർ ഒരംഗമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അതിനെ കളിയാക്കുക, കോവിഡ് റാണി, നിപ്പോ രാജകുമാരി, ഇതൊക്കെ പറഞ്ഞ് പുച്ഛിക്കുക, വനിതകളെ അപമാനപ്പെടുത്തുന്ന ആളാണ് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ. എന്തായി അനുഭവം? അപ്പം അത്തരത്തിലുള്ള അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തികളും ഉണ്ടാവാതെ നാടിന് നന്മയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. ഏത് പാർട്ടിയായാലും നാട് ഭരിക്കുന്ന ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് അതൊക്കെ മറക്കാതെ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടും പോര് പറഞ്ഞുകൊണ്ടും നടന്നാൽ ഇപ്പം കിട്ടിയ അനുഭവത്തിൻ്റെ ഫലത്തായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉണ്ടാകുക. അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ സർക്കാരിനെ നിലനിർത്താൻ വേണ്ട എല്ലാവിധ സന്നാഹങ്ങളും ഇപ്പം തന്നെ തുടങ്ങണം. കാരണം 4 മാസമേ ഉള്ളൂ. ഈ 2020 അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ഞാൻ നീട്ടി പറയുന്നില്ല. എൻ്റെ വാക്കുകൾ കൊണ്ട് പുതുതായി തെരഞ്ഞെടുപ്പ് മെമ്പർമാർക്കും ഈ സാരഥികളെ തിരഞ്ഞെടുക്കപ്പെടാൻ സഹായിച്ച എല്ലാ ജനവിഭാഗങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. സാക്കളെ 5 മിനിറ്റ് കൊണ്ട് പരിപാടി അവസാനിപ്പിക്കും. നമ്മുടെ മെമ്പർമാരായി തിരഞ്ഞെടുക്കപ്പെട്ട ഉമ്മർ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കും.
പ്രിയപ്പെട്ട സഖാക്കളെ, കരുവാരകുണ്ടിന്റെ ചരിത്രത്തിലെ ഗതികെട്ട കാലം അവസാനിച്ച് നാം കാത്തിരുന്ന പുലരി പിറന്ന ഈ ദിനത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും എല്ലാ നല്ലവരായ നാട്ടുകാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. നിങ്ങളുടെ പ്രിയങ്കരനായ കുഞ്ഞാണി 2 വാക്കുകളോട് സംസാരിക്കും. സത്യം പറയാലോ, പ്രസംഗിക്കാൻ ആഗ്രഹം കൊണ്ടല്ല, ഒരു സന്തോഷം കൊണ്ട്. കാരണം നമ്മള് കുറച്ച് കാലം ഈ പഞ്ചായത്തൊക്കെ ഇങ്ങനെ മാർച്ചേറ്റ് നടക്കണു. കുന്നു കുലുങ്ങിയാലും കുഞ്ഞാച്ചു കുലുങ്ങൂലാലും ഓലിങ്ങനെ ഇരിക്കുക. എന്നിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നാലേ ഇല്ല മൂല്യന്മാരി മുക്കരിയാളി മുഴുവൻ ഇറക്കുക. പാലക്കാട്ടെന്ന് ഊതിയ 1 ഉറുപ്പ്യ ഈ കരുവാരകുണ്ട് കിഴക്കേ തെലങ്ങാടി ഇപ്രാവശ്യം ഓരോ മുസ്ലിം ലീഗിന്റെ കുടുംബയോഗത്തും കൊണ്ടേക്കറിയോ? കൊട്ടൻ ഉറുപ്പ്യകൾ ഓരോന്നോരോന്ന് 1000 ഉറുപ്പ്യ ഇങ്ങോട്ട് പറഞ്ഞിക്കാണ്. ഈ 1 ഉറുപ്പ്യ നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കണം, വർക്കത്തുണ്ടാവും. വലിച്ചെറിയണം 1 ഉറുപ്പ്യ, എല്ലാവരും വലിച്ചെറിയണം. നമ്മുടെ രാജ്യത്ത് സമാധാനത്തിനും ജനാധിപത്യത്തിനും മതേതരത്തിനും ഉതകുന്ന രൂപത്തിൽ ആ 1 ഉറുപ്പ്യ ചവറ്റുകൊട്ടിലേക്ക് അറിയാമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാം നിങ്ങളോട്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ കിട്ടിയ ഈ വിജയം, ഈ 5 വർഷം കരുവാരകുണ്ട് പഞ്ചായത്ത് എങ്ങനെ ഭരിക്കാമെന്നുള്ളത് ചങ്കൂറ്റത്തോടെ കാണിച്ചു നോക്കും. ഞങ്ങള് അതിന് തയ്യാറായിക്കൊണ്ട് തന്നെയാണ് 13 ആളുകളെ ഈ പാവപ്പെട്ട ജനങ്ങൾ തെരഞ്ഞെടുത്തിക്കണമെന്ന് ഉറപ്പ് തന്നുകൊണ്ട് നിർത്താൻ എല്ലാവിധ നന്ദി ആശംസയൊക്കെ തീർക്കാണ്. അടുത്തതായി ഷീന നിങ്ങളോട് 2 സംസാരിക്കും. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് മെമ്പറായിരുന്ന ഞാൻ LDFിലോട്ട് തന്നെ വന്ന് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കുകയും മത്സരിക്കുകയും വളരെ അധികം വേദനയോടുകൂടി പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു നിന്നും ഉയർത്തെഴുന്നേറ്റതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തിനേല് ഏറെ ഇരട്ടി വോട്ട്, കഴിഞ്ഞ പ്രാവശ്യം 34 ആണെങ്കിൽ ഇപ്രാവശ്യം 64 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അവിടുത്തെ ജനങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എങ്കിൽ അതിൽ എന്നിലൊരു വിശ്വാസമുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്, വിശ്വസിക്കുകയുമാണ്. കാരണം അവരിൽ എന്നിൽ അർപ്പിച്ച ആ വിശ്വാസം തിരിച്ചു കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. ഈ 13 മെമ്പർമാരിൽ ഒരാളായി നിന്നുകൊണ്ട് പൊന്നമ്മ ടീച്ചറിൻ്റെയും ലത്തീഫാക്കയുടെയും നേതൃത്വത്തിൽ ചുക്കാൻ പിടിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം കരുവാരകുണ്ടിലെ ജനങ്ങൾക്ക് കാഴ്ചവെക്കാൻ ഈ 21 മെമ്പർമാരിൽ ഒരുവളായി നിൽക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടി ഞാൻ നിങ്ങളുടെ മുൻപിൽ എൻ്റെ ഒരു വിശ്വാസത്തോടു കൂടിയുള്ള ഒരു ഇതായി പറയുകയാണ്. നിങ്ങൾ അർപ്പിച്ച ഈ വിശ്വാസം ഞങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും. കഴിഞ്ഞ 5 വർഷം മെമ്പറായിരുന്നെങ്കിൽ അതിൽ 4 പ്രസിഡന്റുമാരെ സമ്മാനിച്ച കരുവാരകുണ്ട് ഇപ്രാവശ്യം അതിൽ നിന്ന് വ്യത്യസ്തമായി 5 വർഷം കൊണ്ട് ഒരു പ്രസിഡന്റിന്റെ കീഴിൽ കരുവാരകുണ്ടിനെ നിലനിർത്തണമെന്ന വിശ്വാസത്തോടു കൂടി നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ മെമ്പർമാരും അതിൽ പ്രാപ്തരാണ്. അത് നിങ്ങളുടെ വിശ്വാസമാണ് ഞങ്ങളെ ഈ നിലയിൽ എത്തിച്ചിരിക്കുന്നത്. അത് ഉറച്ച വിശ്വാസത്തിൽ നിങ്ങൾ ഞങ്ങളെ കയറ്റിവിട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റിയിട്ടില്ല എന്ന് 5 വർഷം കൊണ്ട് കാണിക്കാൻ വേണ്ട രീതിയിൽ എല്ലാവരുടെയും ആഗ്രഹത്തിനൊത്ത വിധം പ്രവർത്തിച്ചുകൊണ്ട് കരുവാരകുണ്ടിൽ നല്ലൊരു മാറ്റം വരുത്താൻ, വികസന മാറ്റം
താഴെത്തട്ടിൽ നിന്ന് ഉള്ള ആളുകൾക്ക് കിട്ടുന്ന വിധത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുട്ടികൾക്ക് കിട്ടേണ്ടത് കുട്ടികൾക്കും, സ്ത്രീകൾക്ക് കിട്ടേണ്ട പരിഗണന സ്ത്രീകൾക്കും, എന്നാൽ പുരുഷന്മാർക്ക് കിട്ടേണ്ടത് അവർക്കും കൊടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ മുന്നോട്ട് വച്ചിരിക്കുന്ന നയത്തിനനുസരിച്ച് ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് വികസന കാര്യങ്ങളിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ലാൽ സലാം. ഈ മഹത്തായ പൊതുസമ്മേളനത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ജോസേട്ടനെ ക്ഷണിച്ചുകൊള്ളു. സ്നേഹം നിറഞ്ഞ യോഗാധ്യക്ഷൻ ശ്രീ മാനുവൽ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഇടതുജനാധിപത്യ മുന്നണിയുടെ പ്രഗത്ഭന്മാരായ നേതാക്കന്മാരെ, കരുവാരകുണ്ട് പഞ്ചായത്തിനെ ധീരമായി മുന്നോട്ട് നയിക്കുവാൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പൊന്നമ്മ ടീച്ചർ, വൈസ് പ്രസിഡന്റ് ശ്രീ ലത്തീഫാക്ക, കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ ബാക്കി 11 മെമ്പർമാരെ, കരുവാരകുണ്ടിനെ അക്ഷരാർത്ഥത്തിൽ പുളകം കൊള്ളിച്ച കരുവാരകുണ്ടിലെ ജനസഞ്ചയമേ, ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 40 കൊല്ലക്കാലത്തോളമായി കരുവാരകുണ്ടിൽ ആധിപത്യം പുലർത്തിയിരുന്ന UDFിൻ്റെ ഭരണത്തെ തൂത്തെറിഞ്ഞുകൊണ്ട് കരുവാരകുണ്ടിലെ ഗ്രാമാന്തരങ്ങളിലുള്ള ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരായ സ്ഥാനാർത്ഥികളെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേറ്റിരിക്കുകയാണ്. കഴിഞ്ഞ 5 കൊല്ലക്കാലമായി പ്രത്യേകിച്ചും കുടിപ്പകയും അതുപോലെ തന്നെ എന്നും അനൈക്യവും മാത്രം കാത്തുസൂക്ഷിച്ചിരുന്ന അവരുടെ ഭരണത്തെ തൂത്തെറിഞ്ഞുകൊണ്ടാണ് ഇന്ന് ഈ സാരഥികൾക്ക് അടുത്ത 5 കൊല്ലത്തേക്കുള്ള മാൻഡേറ്റ്, ഭരിക്കുവാനുള്ള മാൻഡേറ്റ് നമ്മൾ നൽകിയിരിക്കുന്നത്. ഇവരെല്ലാവരും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ പറഞ്ഞതുപോലെ കരുവാരകുണ്ടിലെ മൊത്തം ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയരുവാനും അവർക്ക് സുധൈര്യമായിട്ട് മുന്നോട്ട് പോകുവാനുള്ള തൻ്റെ ഇടവും അതുപോലെ ആത്മാർത്ഥമായ പിന്തുണയും നൽകേണ്ടത് കരുവാരകുണ്ടിലെ ഗ്രാമപഞ്ചായത്തിലെ മൊത്തം ജനങ്ങളുടെയും ആവശ്യമാണ്. പക്ഷപാതമില്ലാതെ കൊണ്ട്, രാഷ്ട്രീയ പരിഗണന കൂടാതെ കൊണ്ട്, വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും നിറം നോക്കാതെ കൊണ്ട് സുധൈര്യം അവർക്ക് മുന്നോട്ട് പോകുവാൻ പ്രവർത്തിക്കുവാനുള്ള എല്ലാ കഴിവുകളും ജഗദീശ്വരൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുത്ത് ഈ ഏറ്റവും കേരള നിയമസഭയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ MLA ശ്രീ M. സ്വരാജ് ഇവിടെ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരുവാരകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ പേരിൽ അകൈതവുമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഈ യോഗത്തിൽ പ്രസംഗിച്ച CPMൻ്റെ വണ്ടൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ശ്രീ അബ്ദുൽ ഖാദറിന് കരുവാരകുണ്ടിലെ ജനങ്ങളുടെ പേരിൽ അകൈതവുമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി നീട്ടിപ്പറയുന്നില്ല. കരുവാരകുണ്ട് പഞ്ചായത്തിൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുത്തിരിക്കുന്ന ശ്രീമതി പൊന്നമ്മ ടീച്ചറിനും മടത്തിൽ ലത്തീഫ് കാക്കായ്ക്കും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങൾക്കും കരുവാരകുണ്ടിലെ ജനങ്ങളുടെ ഈ ഊഷ്മളമായ സ്വീകരണത്തോടൊപ്പം തന്നെ നന്ദിയും രേഖപ്പെടുത്തുകയാണ്. കൂടാതെ ഈ വേദിയിലുള്ള CPMൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെയും NCPയുടെയും ഒക്കെ പ്രഗത്ഭരായ നേതാക്കന്മാർ, അവർക്കെല്ലാവർക്കും ഒറ്റ വാക്കിൽ നിന്ന് രേഖപ്പെടുത്തുകയാണ്. എല്ലാറ്റിലും ഉപരിയായിട്ട് ഈ യോഗത്തിൽ നന്ദി രേഖപ്പെടുത്തേണ്ടത് ഇവിടെ മനുഷ്യസാഗരമാക്കി മാറ്റിയ കരുവാരകുണ്ടിലെ മുഴുവൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്കുമുള്ളതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും വളരെ ഊഷ്മളമായ സഹകരണത്തിനും പിന്തുണയ്ക്കും ഈ സാന്നിധ്യത്തിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. കൂടാതെ മാധ്യമ സുഹൃത്തുക്കൾ ഈ യോഗത്തെ നിയന്ത്രിക്കുന്നതിനും പല ആവശ്യങ്ങൾക്കും സഹകരിക്കുകയും ചെയ്ത ഇവിടുത്തെ വിവിധ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, എല്ലാവർക്കും ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം. അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ഈ യോഗം അവസാനിപ്പിച്ചതായിട്ട് അറിയിക്കുകയാണ്.
പ്രിയമുള്ളവരെ, നമ്മൾ ഏവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന DJ പ്രോഗ്രാം യുവാക്കളുടെ ഹരമായിക്കൊണ്ട് ആവേശത്തിൻ്റെ അലകടൽ സമ്മാനിച്ച് കൂമ്പൻ